ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡും അതുപോലെ തന്നെ ക്രോഷേ ത്രെഡുമാണ്. ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് എന്ന് വെച്ചാൽ മൾട്ടി കളറിലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഈ ഒരു ഭാഗം 2 സെൻറ്റിമീറ്ററാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു നീളം നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് എത്രയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അത്രയും നീളത്തിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 1.5 സെൻറ്റിമീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, അങ്ങനെ നീളത്തിൽ ഞാൻ 5 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നെക്കിൻ്റെ ഒരു ഏകദേശം 2 സെൻറ്റിമീറ്റർ താഴെയായിട്ട് വരുന്ന രൂപത്തിലാണ് ഈ ഡിസൈൻ ഞാൻ വരച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം ചെയ്യുന്നത് ക്രോഷേ ത്രെഡ് വെച്ചിട്ട് ബ്രാഞ്ച് സ്റ്റിച്ചാണ്. ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഈ സ്റ്റിച്ച് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണ് തുന്നി വരുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര ബ്രാഞ്ച് വേണമെങ്കിലും ഒരു സ്റ്റിച്ചിൽ ചെയ്യാം. ബ്രാഞ്ച് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാനിതിൽ സ്പൈഡർ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. എവിടേക്കാണോ ഫ്ലവർ വേണ്ടത് അവിടെ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഒരു ഫ്രഞ്ച് നോട്ടും കൂടി ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നോട്ട്സ് വേണമെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ചെറിയൊരു വൈറ്റ് കളർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് യോക്ക് പോർഷനിൽ മാത്രമല്ല ബോർഡറായിട്ടും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ താഴെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.